ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ 2026 ജനുവരി 14 റിലീസ് ചെയ്ത പൊങ്കൽ ചലച്ചിത്രമാണ് കാർത്തി നായകനാകുന്ന വാ വാത്തിയാർ. നളൻ കുമാരസ്വാമിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിജയ് സേതുപതിയുടെ സൂതുകാവും കാതലും കടന്നു പോവുക ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ്. പുള്ളിക്ക് ഒരു യുണീക്നെസ് ഉണ്ട്. പുള്ളിയുടെ ആ രണ്ട് സിനിമകളും നല്ല സിനിമയും കൂടെയാണ്. അപ്പോൾ ഇതിൽ മറ്റു കഥാപാത്രങ്ങളായിട്ട് വരുന്നത് കീർത്തി ഷെട്ടി, രാജ് കിരൺ, സത്യരാജിൻ്റെ അനിയനാണ് ആനന്ദ് രാജ്, അങ്ങനെ കുറച്ച് പേരൊക്കെ സിനിമയിലുണ്ട്. മ്യൂസിക് ചെയ്യുന്നത് സന്തോഷ് നാരായണനാണ്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റിയും സിനിമയിൽ നിലനിർത്തിയിട്ടുണ്ട്. ജ്ഞാനവേൽ രാജയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കങ്കുവ പ്രൊഡ്യൂസർ. കങ്കുവ സക്സസ് മീറ്റുക്ക് വരുമ്പോൾ அந்த பாஸோட வாங்க കങ്കുവ പ്രൊഡ്യൂസറുമാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു പൊങ്കലിന് വേണ്ടി ഉള്ളൊരു പടമാണെന്ന് ചോദിച്ചാൽ അല്ല. കാരണം പൊങ്കൽ ഒരു ഫെസ്റ്റീവ് പടമാണല്ലോ. അപ്പോൾ പൊങ്കലിനെ ആളെ കയറ്റുക അല്ലെങ്കിൽ പൊങ്കലിനെ ഒരു ഉത്സാഹപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ പടം വേണം, അല്ലെങ്കിൽ അത്രയും ഉത്സാഹപ്പെട്ട ഒരു പടം വേണം. തീർച്ചയായിട്ടും അത് എന്തായാലും കാർത്തിയുടെ വാ വാത്തിയാർ ആയിട്ടില്ല. കാരണം അതൊക്കെ സത്യം പറഞ്ഞാൽ ജനനായകൻ ഇറങ്ങണമായിരുന്നു. അപ്പോഴേ ആ തമിഴ്നാട്ടിൽ പൊങ്കലാവുമായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് സംശയങ്ങളിലാണ്. ഹോപ്പ്ഫുള്ളി നല്ല രീതിക്ക് നടക്കുമെന്ന് തോന്നുന്നു. പിന്നെ വരുന്നത് ഈ സിനിമ ഒരു MGR, അതായത് നിങ്ങൾക്കറിയാം MGRനെ ഒരു കോർ കോൺസെപ്റ്റ് ആയിട്ട് എടുത്ത്, അതായത് നമ്മൾ കുറച്ച് സിനിമകളിലൊക്കെ കാണും. അതായത് ഒരു പഴയ ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഒരു ഗോസ്റ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു മന്ത്രവാദ ടൈപ്പ് അല്ലെങ്കിൽ ഒരു പഴയ പണ്ടത്തെ ഒരാളായിട്ട് മാറുന്ന ഒരു ടൈപ്പ്. ഒരു ടിപ്പിക്കൽ എന്താ പറയുക, ഒരു 144 അല്ലെങ്കിൽ ഒരു 360യുടെ ഒരു അന്യൻ അല്ലെങ്കിൽ മാവീരൻ, അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ്. അതായത് രക്ഷിക്കാൻ വേണ്ടി ഒരു പുതിയ അവതാരം എത്തുന്നു എന്നുള്ളൊരു സെറ്റപ്പിലാണ് പടം വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ കാർത്തിയുടെ ചെറിയൊരു തമാശകളും ഇതൊരു ലോജിക്ക് ഇല്ലാത്തൊരു പടമാണ്. കുറച്ച് മാഡ്നസ് ഉള്ള ഒരു പടം. അതായത് കാർത്തി പോലീസ് ഡ്രസ്സ് ധരിക്കുമ്പോഴേ അറിയാം അതിൽ ലോജിക്കൊന്നുമില്ല. കാരണം കാക്കി കളറിലാണെങ്കിലും അത് വേറെ ഷർട്ടും തുണികളും ആണ്. അപ്പം അതൊന്നും എന്തായാലും പോലീസിൽ ഇടാൻ സമ്മതിക്കില്ല. ബട്ട് അപ്പോഴേ മനസ്സിലാക്കണം അതൊരു ലോജിക്ക് ഇല്ലാത്ത പടമാണ്. ചുമ്മാ ഒരു ചെറിയ ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അങ്ങനെ ഒരു ഇത് ഇടയിലായിട്ട് കുറച്ച് തമാശകളും പിന്നെ ഞാൻ പറഞ്ഞില്ലേ MGR ആയിട്ട് മെയിനായിട്ട്, അതായത് കാർത്തിക്ക് വേണ്ടപ്പെട്ട ഒരാളെ MGRയുടെ തീവ്ര രസികനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് MGR മരിച്ചു പോകുന്നു. അപ്പോൾ നായകൻ ജനനമാകുന്നു. അപ്പോൾ MGRനെ ഒരു മറുകൊള്ളോ അല്ല നായകനും ഉണ്ടാകുമെന്ന് അറിയുന്നു. പറഞ്ഞില്ലേ, ഒരു ലോജിക്കില്ലാത്തൊരു പടമാണ്. എന്നിട്ട് MGRൻ്റെ ആ പേരുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് വളർത്തുന്ന പോലെയൊക്കെ പോകുന്നു. അതാണ് സെറ്റപ്പ്, അതാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ വരുമ്പോൾ ആ കോമഡിയും കാര്യങ്ങളായിട്ട് പോയി കൃതി ഷെട്ടി വരുന്നുണ്ട്. കൃതി ഷെട്ടി വരുമ്പോൾ കാണാൻ ക്യൂട്ടായിട്ട് ഒരു ഡെലിവറി ടൈപ്പ് നല്ലൊരു ചിരിച്ച് ഐ ക്യാൻഡി ആയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അധികം വലിയ റോളുകളും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ എപ്പോഴും ഒരു നായികമാരൊരു സുന്ദരിയായിട്ടൊരു നായികയെ വേണമെന്നുള്ള സെറ്റപ്പ് തന്നെയാണ് ഇതിലും. അല്ലാതെ പ്രത്യേകിച്ച് വലിയ റോളുകളും കാര്യമൊന്നുമില്ല. പിന്നെ സനയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. പാട്ടുകളായാലും ഇങ്ങനെ വലിച്ചു കയറ്റിയുള്ള പാട്ടുകളൊന്നും ഇല്ലായിരുന്നു, നല്ല പാട്ടുകളായിരുന്നു. സന അറിയാമല്ലോ, ഈ വിൻറ്റേജ്, ഒരു ഫ്യൂഷൻ, റെട്രോ, ഒരു വൈബ് സാധനങ്ങളൊക്കെ സന ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സന ആ ഓഡിയോ ടൈപ്പ് കാര്യങ്ങളും മ്യൂസിക് സ്കോർ ടൈപ്പ് എല്ലാം സന ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാജ് കിരൺ കുറച്ച് പഴയ കാലത്തെ കഥകളുമായിട്ടുള്ള ബന്ധമുള്ള ഒരു വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ചില സമയം നമുക്ക് ഓവറായിട്ടും തോന്നും, ചിരിയും വരും. അറ്റ് ദ ടൈം ഒരുപാടൊന്നും ചളവാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ ഒരു അവതാരമാവുകയാണ്. അതായത് MGR ആയി നാട്ടത്തിരുത്തുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. കാരണം കോർ തീം അതാണ്. നിങ്ങൾ ട്രെയിലറിലും കണ്ടു കാണും. നീ ആരെങ്കിലും വിശ്വസിച്ചാൽ നീ അങ്ങനെ മൂഞ്ചും എന്നുള്ള സെറ്റപ്പിലുള്ള കാര്യങ്ങളും ആ ഒരു ചാട്ടവാറോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് പടം കാണാൻ മനസ്സിലാവും. മൊത്തത്തിൽ എനിക്ക് പടം ഒരു സൂപ്പർ പടമൊന്നും പറയാനില്ല, അറ്റ് ദ ടൈം ലോ പടമൊന്നും പറയാനില്ല. ചുമ്മാ ഒരു ടൈം പാസിന്. അതുപോലെ ഇതിൻ്റെ ടൈം, അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. ഇത് 2 മണിക്കൂർ എന്തോ ഉള്ളൂ, 2:09 എന്തോ ഉള്ളൂ. അതിൽ 5-6 മിനിറ്റ് ഈ ടൈറ്റിലും കാര്യങ്ങളൊക്കെ പോകും. അങ്ങനെ ഒരു മാക്സിമം 2 മണിക്കൂറുള്ള പടമുള്ളൂ. അതുകൊണ്ട് അത്രയും വലിച്ചു നീട്ടിയും പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു മുഷിപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും തോന്നില്ല. കാരണം പെട്ടെന്ന് പടം തീരും. അപ്പോൾ നളൻ കുമാരസ്വാമിയുടെ ആ ഡയറക്ഷനും കൊള്ളാം. പുള്ളി ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. അതായത് ഇത് ഒരു ഫണ്ണായിട്ടുള്ള ഒരു പഴയ സിനിമ, ഇപ്പോൾ പഴയ 2 സിനിമയെ കാട്ടിയും ഇത് നല്ല സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കാർത്തി 2 പേര് വന്നപ്പോൾ ഇതൊരു നല്ലൊരു സിനിമയായിട്ടുണ്ട്. അവരുടെ ആ 2 പേരുടെ കോമ്പിനേഷനിൽ ഒരു നല്ല സിനിമയാണ്. അപ്പോൾ ഇത് ഒരു വലിയൊരു കംബാക്ക് ഉള്ള ഒരു സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ
ഇപ്പോൾ എന്തായാലും വേറെ സിനിമകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തിടത്തോളം പോയി കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് വാ വാത്തിയാർ. കുറച്ച് തമാശകളും കുറച്ച് മ്യൂസിക്കുകളും പിന്നെ ആ നാണായിട്ടാൽ അതിൻ്റെ കുറച്ച് റീമിക്സുകളും പിന്നെ സന്തോഷ് നാരായണൻ്റെ കുറച്ച് പാട്ടുകളുടെ അതേ റീമിക്സുകളും കാര്യങ്ങളും പിന്നെ കാർത്തികയുടെ പെർഫോമൻസും ഓവർ ദ ടോപ്പ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കൊള്ളാം. കാർത്തിക് ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കാർത്തിക് ചിലപ്പോൾ ഈ സിരിത്തെ ഈ സിനിമയിലൊക്കെ കാർത്തിക് ഇടുമല്ലോ, അത് കുറച്ച് എക്സ്പ്രഷൻ കാർത്തിക് ഇടയ്ക്ക് വരും, വൈബ് സാധനങ്ങളൊക്കെ അങ്ങനത്തെ അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ ഇതിൽ കീർത്തി ഷെട്ടിന് ഒരു സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൊച്ചു സിനിമ, പക്ഷെ കാണാൻ പറ്റും. ഓവർ വൻ പടമല്ല. എനിക്കൊരു എന്താ പറയുക, ഒരു ആവറേജ് ആയിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ പോയിരുന്ന് സമയം കളയാൻ 2 മണിക്കൂറുണ്ടെങ്കിൽ പോയി കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ് വാ വാത്തിയാർ. ഞാൻ ആണയിട്ടാൽ